ഹലോ ആർമിസേ, എല്ലാവർക്കും സുഖമാണ് തരുന്നു. കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ OT7 ലാസ്റ്റ് വന്ന ലൈവിനെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. ഈ ഒരു ലൈവ് OT7 വരുന്നത് അവരുടെ പ്രാക്ടീസിന് ശേഷമായിരുന്നു. അപ്പോൾ പ്രാക്ടീസിന് ശേഷം വന്ന ഒരു ലൈവായിരുന്നു ഇത്. അതുപോലെ തന്നെ ലൈവിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു ലൈവിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ അവരൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലൈവിൽ അവർ പറയുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് 2025 വളരെ നീണ്ടു പോയ പോലെ തോന്നുന്നുണ്ട്, 2026 വേഗമായാൽ മതിയായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഹോബ്സനും ജെക്കയും പറയുന്നുണ്ട്, ഈ മിലിറ്ററി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവരെല്ലാവരും പറയുന്നുണ്ട്, മറ്റു മെമ്പേഴ്സ് പറയുന്നുണ്ട്, നമ്മൾ വല്ലപ്പോഴും വരുന്ന ലൈവാണ്, അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുക, സന്തോഷമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെക്കാമെന്നൊക്കെ പറഞ്ഞാലും ആ ഒരു കാര്യത്തിൽ നിന്ന് അവർ പിന്തിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ആറമ്മ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ആറമ്മ ആ ഒരു ലൈവിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാക്കി മെമ്പേഴ്സ് എല്ലാം കൂടെ ആറമ്മിനെ ചിറപ്പിക്കുകയും അങ്ങനെ എന്താ പറയുക കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആറം തൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ യൂട്ടേൺ എടുക്കുന്ന സമയത്ത് ആറം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂട്ടേൺ എടുക്കുന്ന സമയത്ത് സൂര്യൻ്റെയും മൈൻഡ് പോയതിലൂടെ യൂട്ടേൺ എടുക്കുകയും അവിടെ യൂട്ടേൺ എടുത്തപ്പോൾ ആറമ്മിന് പിഴ കിട്ടിയതിനെ കുറിച്ചൊക്കെ ആറമ്മ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആറമ്മ പറയുന്നുണ്ട്, ലൈസൻസ് കിട്ടിയതോടെ താൻ തന്നെ വലിയൊരു ട്രോമ മറികടക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ലൈസൻസ് കിട്ടിയെങ്കിൽ ആറമ്മ പറയുന്നുണ്ട്, പാർക്കിംഗ് ഒന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ മറ്റംഗങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പുതിയ കോൺസെപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ജെക്കെ പറയുന്നുണ്ട്, നമുക്ക് അതിൻ്റെ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്താലോ. അപ്പോൾ യോങ്കി പറയുന്നുണ്ട് അത് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം യോങ്കി അത് പറയുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ജോണേട്ടൻ ചാടി കയറിങ്ങാണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഡാൻസ് കളിക്കുമ്പോൾ ബി അതിൻ്റെ ഒപ്പം വേറെ ചില സ്റ്റെപ്പ് കാണിക്കുമ്പം ചിന്നട്ടൻ പറയുന്നുണ്ട്, എന്താ പറയുക, ഈ സ്റ്റെപ്പ് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം കൂടെ ബാക്കിയെല്ലാവരും കൂടെ കൂടി ഞാൻ ആ കുറച്ച് സ്റ്റെപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേഞ്ചർ എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ കൊറിയോഗ്രാഫിനെ കുറിച്ചൊക്കെ അവർ ആ സമയത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം തന്നെ ജിമിൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കൊറിയോഗ്രാഫിലെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് ആ ഡേഞ്ചർ ആ ഒരു സമയത്തുള്ളവരുടെ ഐ മേക്കപ്പിനെ കുറിച്ചും ബാക്കി മേക്കപ്പിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ക്യാമറേൻ്റെ മുന്നിൽ മുഖം ചെറുതാക്കി കാണിക്കാൻ വേണ്ടി ചെയ്ത മേക്കപ്പിനെ കുറിച്ചൊക്കെ അവർ ആ ഒരു സമയത്ത് സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഹോപ്പിട്ട് നമ്മുടെ വി ധരിച്ച ജാക്കറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ജിന്നറ്റ് ഇങ്ങനെ ഊരി കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം വി പറയുന്നുണ്ട്, ഞാൻ ഇപ്പം ധരിക്കുന്ന ടീഷർട്ടൊക്കെ എനിക്ക് ജിന്നേട്ടൻ വാങ്ങി തന്നത്, ആ ടീഷർട്ടുകളാണ് ഞാൻ പ്രാക്ടീസ് ടൈമിൽ ധരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ സംസാരം ഇങ്ങനെ അവരുടെ ബ്രാൻഡുകളിലേക്കൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടോ. അപ്പം കുഹിമോൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഏത് ബ്രാൻഡിൻ്റെ അണ്ടർവെയറാണ് ധരിക്കുന്നത്? കേക്ക് എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നത്, അവർ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഉടൻ തന്നെ അവർ മറുപടി എടുക്കുന്നുണ്ട്, എന്തായാലും നീ ഉദ്ദേശിച്ച നിൻ്റെ ബ്രാൻഡിൻ്റെ അണ്ടർവെയർ അല്ല ഞങ്ങൾ ആരും ധരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജെക്ക് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ എൻ്റെ ബ്രാൻഡിൻ്റെ അണ്ടർവെയർ ഇട്ടാലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ വാങ്ങി തന്നാൽ ഇടാന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ വാങ്ങി തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെ കയ്യിലൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഈ ഒരു സമയത്തുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവരൊരു ദിവസം ആറമ്മിൻ്റെ വീട്ടിൽ ഈവനിങ് ആറമ്മിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അന്ന് ജിന്നേട്ടന് അപ്പം ജിന്നേട്ടൻ പറയുന്നുണ്ട്, അന്ന് ജിന്നേട്ടൻ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നതുകൊണ്ട് ജിന്നേട്ടൻ അവിടെ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജിന്നേട്ടൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ജിന്നേട്ടൻ്റെ കൂടെയുള്ള എല്ലാ കൂട്ടുകാരെയും കല്യാണമൊക്കെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ് ഇനി ജിന്നേട്ടനാണ് കല്യാണം കഴിക്കാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ BTSൻ്റെ കമ്പാക്കിനെ കുറിച്ചും പുതിയ കോൺസെർട്ടിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, വെറും 10% മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഹൈപ്പിനോട് ഇങ്ങനെ ആറമ്മൊരു കാര്യം പറയുന്നുണ്ട്, ഒരു റിക്വസ്റ്റ് പോലെ പറയുന്നുണ്ട്, അവരുടെ ആ ഒരു റീ എൻട്രി ഡേറ്റ് പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കാനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആർമീസിന് ഭയങ്കര ഒരു പ്രതീക്ഷ നൽകുന്ന കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു ആ ഒരു സമയമൊക്കെ. പിന്നെ നമ്മുടെ എല്ലാ OT7 ലൈവിലാണേലും ഏത് ലൈവിലാണേലും നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ലൈവിലാണേലും ഒക്കെ സ്ഥിരമായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, യോങ്കി മേരമി. നമ്മൾ ആർമീസിന് കാണാപ്പാടായ ഒരു കമൻറ്റാണ്. ആ ഒരു കമൻറ്റ് ഈ ഒരു ലൈവിലുണ്ടായിരുന്നു. അപ്പോൾ ഹോപ്പേട്ടൻ അത് വായിക്കുന്നുണ്ട്, ആ ഒരു കമൻറ്റ് വായിക്കുന്നുണ്ട്.
അപ്പോൾ യുങ്കിയോട് അവർ പറയുന്നുണ്ട് ഇപ്പോഴും ഇവിടെ എന്താ പറയുക ഈ ഒരു കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യുങ്കി പറയും ഇപ്പോഴും ഇത് ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ഇങ്ങനെ യുങ്കിനോട് പറയുന്നുണ്ട് നീ കല്യാണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇനി അപ്പം തന്നെ പറയുന്നുണ്ട് ഇനി നീ ഞങ്ങളറിയാതെ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ എന്നൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തമാശയായിട്ട് ചോദിക്കുന്നുണ്ട്. ആ ഒരു കുറച്ച് മൊമെന്റ്സ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് ലൈവിൽ വരണം എന്ന് ആർമീസ് പറയുമ്പോൾ ഒന്നുകിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ ഈ വർഷം ആരംഭത്തിലോ പുതിയൊരു ലൈവും കൂടെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു പ്രതീക്ഷ, അങ്ങനെ ഒരു പ്രതീക്ഷയും കൂടെ ഈ ഒരു ലൈവിൽ നമുക്ക് ആർമീസിന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് അടുത്തൊരു ലൈവ് വരുന്നത് നമുക്ക് എന്താ ജിന്നേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിന്നേട്ടൻ പറയുന്നുണ്ട് എൻ്റെ വീടും കുട്ടിയുടെ വീടും എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നതെന്നൊക്കെ ജിന്നേട്ടൻ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത ലൈവ് വരുമ്പോൾ നമുക്ക് സൂട്ടിട്ട് വരാമെന്ന് പറയുന്നത്. അപ്പം ഒബിഷൻ പറയുന്നുണ്ട് എനിക്കൊരു സൂട്ട് വാങ്ങണം, ഞാൻ ഒരു സ്യൂട്ട് ഇട്ടിട്ട് 3-4 പ്രോഗ്രാംസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പുതിയൊരു സ്യൂട്ട് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓബിഷൻ്റെ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ OT7 കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കോടീശ്വരൻ ഒപ്പിട്ടിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ലൈവ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ അവർ പറയുന്നുണ്ട് സുഷി കഴിക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർമീസിന് എന്താ പറയുക ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ലൈവ് എൻഡ് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നതിന് മുന്നേ അവർ എല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ നിന്നതിന് ശേഷമാണ് ഈ ഒരു ലൈവ് എൻഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ലൈവ് ശരിക്കും OT7 ഈ ഒരു ലൈവ് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണ്. നമുക്ക് ആർമീസിന് ഒരു 10-13 മിനിറ്റുള്ള ലൈവ് ആണെങ്കിലും കൂടെ, ചുരുങ്ങിയ ഒരു ലൈവ് ആണെങ്കിലും കൂടെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ പ്രതീക്ഷ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ ഒരു ലൈവ്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ഹാപ്പി. ഞാൻ അങ്ങനെ വെറുതെ കുത്തിയിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ ഒരു ലൈവിൻ്റെ മെസ്സേജ് ആണ്, അതും പുറത്ത് നിൽക്കുമ്പോൾ. അപ്പം വീട്ടിലല്ലായിരുന്നു, പുറത്തായിരുന്നു. പക്ഷേ എവിടെയായിരുന്നാലും നമ്മൾ ലൈവ് കാണാതെക്കില്ല. എനിക്ക് നോട്ടിഫിക്കേഷൻ എപ്പം വരുന്നു അപ്പോൾ അത് എവിടെയാണെങ്കിലും ഞാൻ ഹെഡ്സെറ്റ് എന്തെങ്കിലും വെച്ച് ഞാൻ ആ ലൈവ് ഫുൾ കംപ്ലീറ്റ് കാണും. ആ ഒരു സമയത്ത് തന്നെ കാണും. പിന്നെ മനസ്സിലാവില്ല എന്നൊക്കെ ചോദിച്ചാൽ അപ്ഡേറ്റിലിട്ട് കാണുമെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്ത് കാണണം, എന്നാലും കാണും. ആ ഒരു ലൈവ് എന്തായാലും കാണും, കാണാതിരിക്കില്ല. മനസ്സിലായാലും മനസ്സിലായില്ലല്ലോ കുത്തിരുന്ന് ലൈവിൻ്റെ ഫോണുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.